الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا وحبيبنا وسيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وركر مولاي زلي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي على حبيبك خير الخلق كلهم. ആദരണീയനായ പൂക്കോയത്തങ്ങൾ അവർകളെ, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, ഈ മഹത്തായ സദസ്സിൽ ഒത്തുകൂടിയിട്ടുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആമുഖമൊന്നും നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വളരെ പരിമിതമായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അള്ളാഹു നമ്മെ ഖബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ശഅബാനിൻ്റെ ഒരു വെള്ളിയാഴ്ച രാവിലാണ് നാം ഉള്ളത്. മാഷാ അല്ലാഹ്, സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും പവിത്രമായ, ഏറ്റവും മഹത്തരമായ ഒരു മാസം, അഥവാ നിങ്ങൾ പുണ്യനബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് അള്ളാഹു ആഹ്വാനം ചെയ്യാൻ വേണ്ടി ഇറക്കിയ ആയത്ത്, അത് അവതീർണമായ മാസമാണ് പരിശുദ്ധ ശഅബാൻ. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, ഒന്ന് ഓതി നോക്കിയ, എല്ലാവരും ഒന്ന് ഓതി നോക്കിയ വല്ലാത്ത ആയത്താണ്. പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് സിറുകൾ അടങ്ങിയ ആയത്താണത്. ഒന്ന് ഓതിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്ത് ഇറങ്ങിയത് ശഅബാനിലാണ്. അതുകൊണ്ട് തന്നെ ശഅബാൻ സ്വലാത്തിന്റെ മാസമാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മുത്തുനബിയുടെ മാസമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശഅബാനു ശഹരി എന്ന് മുത്തുനബി തന്നെ പറഞ്ഞിട്ടുണ്ട്. ശഅബാൻ ഇന്റെ മാസാണ്. ഉലമാ ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയ അവതീർണം ഈ മാസത്തിലായതുകൊണ്ട് പരിശുദ്ധമായ ശഅബാനിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണമെന്നാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ ഇരുന്ന് നിങ്ങൾ വളരെ സമയമായി ഹബീബിന്റെ മദ്ഹും സ്വലാത്തും സലാമും ഒക്കെ ഇവിടെ നിന്ന് ചൊല്ലുകയുണ്ടായി. അള്ളാഹു എല്ലാം ഖബൂൽ ചെയ്യട്ടെ. ഈ മഹാന്റെ ഹദറത്തിൽ വെച്ച് നടത്തുന്ന ദുആ, ആ മഹാനെ ആദരിച്ചുകൊണ്ടും ആ മഹാനോടുള്ള ഹുബ്ബ് കൊണ്ടുമാണല്ലോ നമ്മളൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അള്ളാഹു അവരുടെയൊക്കെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പരിശുദ്ധ ശഅബാൻ ഇനി ഏതാനും ദിവസങ്ങൾ, അത് കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരികയാണ്. മുസ്ലിം ഉമ്മത്ത് ആകമാനം സന്തോഷത്തോടുകൂടി, വളരെ ആഹ്ലാദത്തോടുകൂടി കാത്തിരിക്കുന്ന പരിശുദ്ധമായ റമദാൻ. ഇനി നമ്മുടെ മുമ്പിലേക്ക് ആദ്യം കടന്നു വരുന്നത് ശഅബാൻ 15-ന്റെ രാവാണ്. ഞാൻ പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒരു വർഷത്തിലെ ദുആക്ക് ഇജാബത്തുള്ള 5 രാത്രികൾ എണ്ണിപ്പറഞ്ഞപ്പോ
അതിൽ ഒന്ന് എണ്ണിയത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ എന്നുള്ളതാണ്. ശഅബാൻ 15 രാത്രി അള്ളാഹു അവന്റെ അടിയാറുകൾക്ക്, അടിമകൾക്ക് ധാരാളമായി പരിധിയില്ലാതെ പുറത്തു കൊടുക്കുന്ന രാത്രിയാണ്. അള്ളാഹു അതിൽ ചേരാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും പൊറുക്കും, പക്ഷേ ചില ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. പരസ്പരം പിണങ്ങി നിൽക്കുന്നവർക്ക് അള്ളാഹു പൊറുക്കാത്ത രാത്രിയാണത്. എല്ലാവർക്കും പൊറുക്കും, പിണങ്ങി നിൽക്കുന്നവർക്ക് പൊറുക്കുകയില്ല. സ്ഥിരമായി മദ്യപിക്കുന്നവർക്ക് പൊറുക്കുകയില്ല. അതുപോലെ തന്നെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് പൊറുക്കുകയില്ല. നോക്കൂ നിങ്ങൾ, അത്രയും പവിത്രമായ രാത്രിയിൽ എല്ലാ ദോഷികൾക്കും പുറത്തു കൊടുക്കുമ്പോ ഇത്തരം കുറച്ച് ആളുകൾക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം പാതകമാണ് ആ തെറ്റുകൾ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, ഏതായാലും റമദാൻ വരികയാണ്. അതിന്റെ മുന്നേ ശഅബാൻ 15 നമ്മിലേക്ക് വരും. അതിന്റെ മുമ്പ് തന്നെ നമ്മൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും നമ്മൾ വഴക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാണ്, ആ പിണക്കം തീർക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് സലാം പറഞ്ഞ് വിളിച്ച് അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ഒന്ന് സലാം പറഞ്ഞ് ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പൊരുത്തപ്പെടിച്ച്, ഇനി പരിശുദ്ധ റമദാനല്ലേ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പൊറുത്തു കൊടുക്കുമ്പോൾ പൊറുക്കപ്പെടാത്തവരാണ് പിണങ്ങി നിൽക്കുന്നവർ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ അമലുകളുടെ അവസ്ഥ എന്താണ്? ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയ. ഒരു സദസ്സിൽ പുണ്യ നബിയും സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുമ്പോ ദുആ ചെയ്യാൻ പോവാണ്. അള്ളാന്റെ ഹബീബ് അവിടുത്തെ റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞു, അല്ല, ഈ സദസ്സിൽ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ആരുമായോ പിണങ്ങി നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, ദുആ ചെയ്യാൻ പോവാണ്, അയാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ആ സദസ്സിൽ നിന്നൊരു സ്വഹാബി എഴുന്നേറ്റോടി, പുറത്തേക്കോടി. കുറച്ച് കഴിഞ്ഞപ്പോ ആ സ്വഹാബി ഓടി വന്നു, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, ഹാ അന യാ റസൂലല്ലാഹ്, നബിയേ ഞാനിതാ അവിടെ ഹാജരായിട്ടുണ്ട്. ഹബീബ് ചോദിച്ചു, എങ്ങോട്ടാ പോയത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ ആരോടോ പിണങ്ങി നിൽക്കുന്ന ഒരാളുണ്ട്, ദുആ ചെയ്യാൻ പോവാണ്, ഒരു ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞില്ലേ? ആ ആള് ഞാനായിരുന്നു. ഞാൻ എൻ്റെ ഉമ്മയുടെ അനിയത്തിയുമായി കുറച്ച് ദിവസമായി പിണക്കത്തിലായിരുന്നു. ഞാൻ പോയി സലാം പറഞ്ഞ് പിണക്കം തീർത്തിട്ടാണ് നബിയെ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് സന്തോഷമായി. ആലോചിച്ച് നോക്കണം, നമ്മൾ സ്വലാത്തിൻ്റെയും മജ്ലിസ് നൂറിലും ദുആ മജ്ലിസിലും ഒക്കെ പങ്കെടുക്കും. പക്ഷെ ആരോടെങ്കിലും നമ്മൾ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ദുആന്റെ ഇജാബത്തിനെ പോലും ബാധിക്കുമെന്ന് പറഞ്ഞാൽ ഇത് എത്ര വലിയ വിഷയമാണ്. നമുക്ക് നല്ലൊരു ചാൻസാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ശഅബാൻ 15 മുമ്പ് തന്നെ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ആ പിണക്കം നമ്മൾ തീർക്കുക. എന്തിനാണ് നമ്മൾ പരസ്പരം വൈരത്തിലും വിദ്വേഷത്തിലും മുന്നോട്ട് പോകുന്നത്? നമ്മുടെ ഹബീബ് എത്ര കാരുണ്യത്തിന്റെ കടലാണ്. നമ്മുടെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കാരുണ്യത്തിന്റെ കടലാണ്. ഒന്നും വേണ്ട, ആരോടും ഒരു വെറുപ്പും വേണ്ട. നമുക്ക് പറയാൻ കഴിയണം, ഇന്ന് ഈ ലോകത്ത് ഒരാളോടും എനിക്ക് പിണക്കമില്ല, ഒരാളോടും എനിക്ക് വെറുപ്പില്ല, ഒരാളോടും എനിക്ക് വൈരാഗ്യമില്ല എന്ന് നമുക്ക് ധൈര്യമായി പറയാൻ കഴിയണം. നമ്മുടെ മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പിണങ്ങുന്നതിൽ ഒരു ബറക്കത്തുമില്ല, അതുകൊണ്ട് നമുക്ക് നഷ്ടമേ ഉണ്ടാകൂ. പ്രത്യേകിച്ച് നമുക്കറിയാം, പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ വ്യാപകമായ ഒരു കാലഘട്ടമാണ്. എന്ത് ഗ്യാരണ്ടിയിലാണ് നമ്മൾ പിണങ്ങുന്നത്? മരിക്കുന്നതിന് മുമ്പേ ആ മനുഷ്യനോടൊന്ന് സലാം പറയാൻ പറ്റോ, പൊരുത്തപ്പെടിക്കാൻ പറ്റോ? ആര് കണ്ടു, ആർക്കറിയാം? മരിച്ചതിന് ശേഷം ഖേദിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉമ്മമാരോട് ഞാൻ പറയാണ്, ഒരുങ്ങേണ്ട സമയമാണ്. പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോ തുടങ്ങി? റജബിന്റെ 1ാമത്തെ രാത്രി തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമദാൻ. വല്ലാത്ത ദുആയാണത്. അല്ലാഹുവേ, എന്നെ ശഅബാനിലേക്ക് ഞങ്ങളെ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ. വബല്ലിഗ്നാ റമദാൻ, റമദാനിലേക്ക് ഞങ്ങളെ എത്തിച്ചു തരണമേ. 2 മാസം തുടർച്ചയായി നമ്മൾ ദുആ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധമായ റമദാനിനെ മാടി വിളിക്കുകയാണ്, ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്.
വെറുതെ വരുന്ന അതിഥിയല്ല പരിശുദ്ധ റമദാൻ. നമ്മൾ വിളിച്ചിട്ട് വരുന്ന അതിഥിയാണ്. ഒരു തവണയല്ല, 2 തവണയല്ല, 100 കണക്കിന് തവണ നമ്മൾ വിളിച്ചിട്ട് വരുന്ന അതിഥിയാണ് പരിശുദ്ധ റമദാൻ. നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടാകുമ്പോ നമ്മൾ ഒരാളെ മാക്സിമം എത്ര വട്ടം വിളിക്കും കല്യാണത്തിന്? ഒരു 3 വട്ടമൊക്കെ കൂട്ടിക്കോളി. നിങ്ങൾ പോട്ടെ, ഒരു 5 വട്ടം കൂട്ടിക്കോളി. 5 തവണ ഒരാളെ നമ്മുടെ കല്യാണത്തിലേക്ക്, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കല്യാണത്തിലേക്ക് ക്ഷണിച്ചാല് ആ മനുഷ്യൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് കടന്നു വന്നാൽ, ആ കല്യാണത്തിലേക്ക് കടന്നു വന്നാൽ എത്ര മനോഹരമായി നാം അദ്ദേഹത്തെ സ്വീകരിക്കും, ആദരിക്കും, സൽക്കരിക്കും, യാത്രയാക്കും. അല്ലേ? എന്തൊരു ബഹുമാനായിരിക്കും, എന്തൊരു സ്നേഹമായിരിക്കും നമുക്ക് അവരോട്. എന്നാൽ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്ന ഗസ്റ്റിനെ നാം വിളിച്ചത് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല, എത്രയോ തവണ ഇതിനകം വിളിച്ചു കഴിഞ്ഞു. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. ഇനി റമദാനിന്റെ പൊന്നമ്പിളി വാനലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന സമയം വരെ നമ്മുടെ നാവിലുള്ള ദുആ, ആ റമദാനിനെ കാത്തിരിക്കുകയാണ് നമ്മൾ. എന്തുകൊണ്ട്? ഒരു മുഅ്മിനായ മനുഷ്യന്റെ സീസണാണ് പരിശുദ്ധമായ റമദാൻ. എല്ലാ കച്ചവടക്കാർക്കും ഒരു സീസൺ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന ഒരു സീസൺ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മീയ കച്ചവടത്തിന്റെ, അഥവാ അവന്റെ ഇബാദത്തുകളാകുന്ന കച്ചവടത്തിന്റെ ഏറ്റവും വലിയ സീസണാണ് പരിശുദ്ധമായ റമദാൻ. അള്ളാഹു വരവേക്കാൻ തൗഫീക്ക് തരട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. നമുക്കറിയാം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം ഒരാൾ സുബ്ഹി നിസ്കരിച്ചാൽ അന്നത്തെ അവന്റെ ദിവസം പ്രൊട്ടക്റ്റഡായി അള്ളാഹു അവനെ സംരക്ഷിച്ചു. കാനഫി ദിമ്മത്തില്ല. ഒരു ദിവസത്തെ സംരക്ഷണം നൽകുന്ന നിസ്കാരമാണ് സുബ്ഹി. ആഴ്ചയിൽ ഒരു ദിവസം കടന്നു വരുന്ന പരിശുദ്ധമായ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തെ ഒരാൾ ആദരിച്ചാൽ ഫഹുവ മഅസൂമുൻ ഇലാ 8 അയ്യാം, അടുത്ത ജുമുഅ വരെ അവൻ സുരക്ഷിതനാണ്. ഒരാഴ്ചത്തെ സുരക്ഷിതത്വമാണ് നമുക്ക് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നൽകുന്നത്. അതേ സമയത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്ന വിശുദ്ധ റമദാനിനെ ഒരാൾ വേണ്ടതുപോലെ ആദരിച്ച് സ്വാഗതം ചെയ്ത് സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കിയാൽ ഒരു വർഷം അവന് സുരക്ഷിതത്വമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു കൊല്ലത്തേക്കുള്ള പ്രൊട്ടക്ഷനാണ് ഒരു മാസത്തെ റമദാൻ കൊണ്ട് നമുക്ക് കിട്ടാൻ പോണത്. ഇങ്ങനെ ഒരു മാസം വേറെയുണ്ടോ? അതിന്റെ പവിത്രത പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയൂല. പരിശുദ്ധമായ റമദാനിന്റെ ആഗമനത്തിൽ ഒരാൾ സന്തോഷിച്ചാൽ തന്നെ, മൻ ഫരിഹ ബിഖുദൂമി റമദാൻ ഹറമല്ലാഹു ജസദഹു അലന്നാർ. പരിശുദ്ധ റമദാനിന്റെ ആഗമനത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ മനസ്സറിഞ്ഞ് സന്തോഷിച്ചാൽ, ആ സന്തോഷം കൊണ്ട് തന്നെ ഹറമല്ലാഹു ജസദഹു അലന്നാർ, അവന്റെ മേലിൽ അല്ലാഹു നരകത്തെ ഹറാമാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആലോചിച്ച് നോക്കിയേ, സന്തോഷിച്ചാൽ തന്നെ നരകം ഹറാമാക്കുമെങ്കിൽ ഇനി ആ റമദാനിൽ സുകൃതങ്ങൾ ചെയ്താലോ, അമൽ ചെയ്താലോ, ഇബാദത്ത് ചെയ്താലോ? വലിയ സൗഭാഗ്യമാണ് പരിശുദ്ധമായ റമദാനിനെ സ്വാഗതം ചെയ്യുക എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഒരു പ്രയാസവുമില്ലാതെ നാം ആഗ്രഹിച്ചതിനേക്കാളും ഉപരി അമലുകൾ ചെയ്യാൻ ആ മാസത്തിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇതൊരു സാധാരണ മാസമല്ല. ലോകത്തുള്ള എല്ലാത്തിനും ലീഡർമാരുണ്ടാവും, അല്ലേ? മണിക്കൂറുകൾക്ക് ലീഡറുണ്ട്, ആഴ്ചകൾക്ക്, ദിവസത്തിന് ലീഡറുണ്ട്, നൂറ്റാണ്ടുകൾക്ക് ലീഡറുണ്ട്. എന്തിനവിടെ ലീഡർ ഇല്ലാത്തത്? എല്ലാത്തിനും ലീഡറുണ്ട്. മനുഷ്യന്മാർക്ക് ലീഡറുണ്ട്, ശൈത്താന്മാർക്ക് ലീഡറുണ്ട്, മലായികത്തിന് ലീഡറുണ്ട്, വെള്ളങ്ങൾക്ക് ലീഡറുണ്ട്, എല്ലാത്തിനും ലീഡർമാരുണ്ട്. എന്നാൽ 12 മാസങ്ങളുടെ ലീഡറാണ് പരിശുദ്ധമായ റമദാൻ. സയ്യിദുശ് ശുഹൂരി ശഹ്റു റമദാൻ. 12 മാസങ്ങളുടെ ലീഡറാണ് പരിശുദ്ധമായ റമദാൻ. ആ റമദാനാണ് വരാൻ പോണത്.
മാത്രമല്ല വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരേ ഒരു മാസമാണ് വിശുദ്ധ റമളാൻ. ഖുർആനിൽ വേറെ ഒരു മാസത്തിന്റെ പേരും കാണാൻ കഴിയൂല. നമ്മളൊക്കെ ഖുർആൻ ഓതുന്ന ആൾക്കാരല്ലേ? നിങ്ങളെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടുണ്ടോ റമളാൻ അല്ലാത്ത മറ്റേതെങ്കിലും മാസം? പരിശുദ്ധ ഖുർആനിൽ ശവ്വാലില്ല, ദുൽഹിജ്ജയില്ല, ദുൽഖഅദില്ല, റബീഉൽ അവ്വലില്ല, റബീഉൽ ആഖിറില്ല. ഖുർആൻ എടുത്തു പറഞ്ഞ, ഖുർആൻ പരാമർശിച്ച ഒരേ ഒരു മാസം അത് റമളാനാ. നമുക്കൊക്കെ സുപരിചിതമായ ആയത്താണല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. നോക്കൂ നിങ്ങൾ, ശഹ്റു റമളാൻ, റമളാൻ മാസം. അപ്പൊ അള്ളാഹു എടുത്തു പറഞ്ഞ മാസമാണ്. അള്ളാഹു എടുത്തു പറഞ്ഞ മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, വ്യക്തികൾക്ക് പ്രത്യേകതയുണ്ട്. മാത്രമല്ല പരിശുദ്ധമായ ഖുർആനിനെ ഈ ലോകത്തേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്ത മാസമാണ് റമളാൻ. റമളാൻ ഖുർആനിന്റെ വാർഷിക. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, തീർച്ചയായും നാം പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദ്റിലാണ്. ലൈലത്തുൽ ഖദ്ർ റമളാനിലാണല്ലോ. അപ്പൊ ഖുർആനിന്റെ അവതീർണത്തിന് അല്ലാഹു തിരഞ്ഞെടുത്ത ശറഫാക്കപ്പെട്ട മാസമാണ് റമളാൻ. പിന്നെയോ മറ്റൊരു പ്രത്യേകത, ഇബാദത്തുകളുടെ രാജാവായ അള്ളാഹുവിന് വല്ലാത്ത പ്രിയങ്കരമായ ഇബാദത്താകുന്ന നോമ്പിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയത് പരിശുദ്ധ റമളാനിലാണ്. നോമ്പ് ചില്ലറ കാര്യമല്ല, നോമ്പ് ചെറിയ കാര്യമല്ല. ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും അഫ്ളലായത് നിസ്കാരമാണ്. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ അസ്സലാ. ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പവിത്രമായത് നിസ്കാരമാണ്. അതേ സമയത്ത് പ്രതിഫലത്തിന്റെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, റമളാനിന് പ്രതിഫലം പറഞ്ഞതുപോലെ വേറെ നമുക്ക് കാണാൻ കഴിയൂല. ഒറ്റ ഹദീസ് മാത്രം മനസ്സിലാക്കിയാൽ മതി അതുമായി ബന്ധപ്പെട്ട്. എന്താ നബി തങ്ങൾ പറഞ്ഞത്? അള്ളാന്റെ ഹബീബ് പറഞ്ഞു നോമ്പിനെ സംബന്ധിച്ച്, അസ്സൗമു ലീ വഅന അജ്സീ ബിഹി. അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. നോമ്പ് എനിക്കുള്ളതാ. അല്ലാഹ് പറയാണ്, നോമ്പ് എനിക്കുള്ളതാണ്. വഅന അജ്സീ ബിഹി, അതിന് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നത്. അതിന് പ്രതിഫലം ഞാൻ കൊടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് നോക്കി നിങ്ങൾ, നോമ്പ് എനിക്കുള്ളതാണ്. അപ്പൊ ബാക്കിയുള്ള അമലൊക്കെ ആർക്കുള്ളതാ? നിസ്കാരം അല്ലാഹ്ക്കല്ലേ, ഹജ്ജ് അല്ലാഹുവിനല്ലേ, സക്കാത്ത് അല്ലാഹുവിനല്ലേ, ദാനധർമ്മങ്ങൾ അല്ലാഹ്ക്കല്ലേ. എന്തേ ഇവിടെ മാത്രം അല്ലാഹു അസ്സൗമു ലീ എന്ന് പറയാൻ കാരണം, നോമ്പ് എനിക്കുള്ളതാന്ന് പറയാൻ കാരണം, ബാക്കിയുള്ളതെല്ലാം റബ്ബിനുള്ളത് തന്നെയാണ്. പക്ഷേ മറ്റുള്ള അമലുകളെക്കാൾ നോമ്പിന് പ്രത്യേകതയുണ്ടെന്ന് സൂചിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നോമ്പുണ്ടല്ലോ, അതെനിക്കുള്ളതാ, അതിന്റെ പ്രതിഫലം ഞാൻ കൊടുത്തുകൊള്ളും. എന്താണ് പ്രതിഫലം? നമുക്കറിയാവുന്ന ചില പ്രതിഫലമുണ്ട്, ബാക്കി നമുക്കറിയില്ല. നമുക്കറിയാവുന്ന ചില പ്രതിഫലം ഞാൻ പറയാം. നമുക്കറിയാലോ, സുന്നത്ത് നോമ്പുകൾക്ക് വലിയ പ്രതിഫലമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മുഹറം 10, ആശൂറഇന്റെ നോമ്പ്. ആശൂറഇന്റെ നോമ്പിന്റെ പ്രതിഫലം പുണ്യനബി പറഞ്ഞിട്ടുണ്ട്, യുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തെ പാപം പൊറുപ്പിക്കുന്ന പറഞ്ഞത്. എന്നാൽ അറഫ ദിവസത്തെ നോമ്പ്, അതും സുന്നത്ത് നോമ്പാണല്ലോ. ദുൽഹിജ്ജ 9ന്റെ നോമ്പ് മുഅക്കദായ സുന്നത്താണ്. അതിന്റെ പ്രതിഫലം എന്താ? മൻസ്വാമ യൗമ അറഫ, ഒരാള് അറഫ ദിവസം നോമ്പെടുത്താൽ യുകഫിറു സനത്തൽ മാദിയത വൽ ഖാബില, കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തെയും വരാൻ പോകുന്ന ഒരു കൊല്ലത്തെയും പാപം പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നോക്കൂ നിങ്ങൾ, മുഹറം 10 ഒരു കൊല്ലത്തെ പാപം. അതേപോലെ അറഫ ദിവസത്തിന് 2 വർഷത്തെ പാപമാണ് പൊറുക്കപ്പെടുന്നത്. എന്നാൽ പരിശുദ്ധ റമളാനിലെ നോമ്പോ
ഒറ്റ ഹദീസ് മതി അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ വിശ്വാസത്തോടെ, അചഞ്ചലമായ വിശ്വാസത്തോടെ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നോമ്പെടുത്താൽ, റമളാനിൽ നോമ്പെടുത്താൽ അവന് കിട്ടാൻ പോണ കൂലി എന്താണെന്നറിയോ? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഓന്റെ ജീവിതത്തിൽ സംഭവിച്ച സകലമാന പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് ശഫീഉനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ഇനി എന്താ അല്ലാഹ് നമുക്ക് തരേണ്ടത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റമളാൻ നമ്മളെ ബുദ്ധിമുട്ടിക്കാനുള്ള മാസമല്ല, റമളാൻ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള മാസമാണ്. അള്ളാഹു നമുക്ക് വല്ലാത്ത അനുഗ്രഹമായി, നിധിയായി നമുക്ക് ഇറക്കി തന്നിട്ടുള്ള മാസമാണ് റമളാൻ. ഇത് ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ലോകത്ത് കഴിഞ്ഞു പോയ ഒരു ഉമ്മത്തിനും റമളാനിൽ സിസ്റ്റമാറ്റിക്കലായി 30 ദിവസത്തെ നോമ്പില്ല. നോമ്പ് എക്കാലത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും. ഖുർആനിന്റെ ആയത്താണ്. മുൻഗാമികൾക്ക് നോമ്പുണ്ട്, പക്ഷെ നമ്മളെപ്പോലെ റമളാനിൽ 30 ദിവസത്തെ നോമ്പ് ഒരു ഉമ്മത്തിനും അള്ളാഹു കൊടുത്തിട്ടില്ല. അത് ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹു വാരിക്കോരി നമുക്ക് പ്രതിഫലം തരികയാണ്. വെറുതെ അല്ല റമളാനിലേക്ക് നമ്മൾ ഒരുങ്ങുന്നത്. റജബ് 1 ഒരുങ്ങാൻ തുടങ്ങി. ഇപ്പൊ നോക്കൂ നിങ്ങൾ, നമുക്കറിയാം ഇവിടെ അല്ലേ ഈ നനച്ചുളി എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ അല്ലേ ഇല്ലേ? നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലൊക്കെ നനച്ചുളി. എന്താ നനച്ചുളി? ആ റമളാനിന്റെ മുന്നോടിയായി നമ്മുടെ വീടുകളൊക്കെ ശരിക്ക് വൃത്തിയാക്കുകയാണ്. ആലോചിച്ചു. കാരണം വീടുകളിൽ അമലും ഇബാദത്തും നടക്കാൻ പോവുക. പ്രവാഹമായി മലായിക്കത്ത് ഇറങ്ങാൻ പോവുകയാണ് നമ്മുടെ വീടുകളിൽ. റമളാനായ എല്ലാവരും ഖുർആൻ എടുത്തു നോക്കുമല്ലോ, ഖുർആൻ ഓതുമല്ലോ. ഖുർആൻ ഓതുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തനസ്സലുൽ മലായിക്ക, മലക്കുകൾ ഇറങ്ങുന്നതാണ്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങാൻ പോവാണ്. അതിൻ്റെ മുന്നോടിയായി നമ്മുടെ വീടുകൾ വൃത്തിയാക്കി വെക്കുകയാണ്. പോര മുഅ്മിനീങ്ങളെ, പള്ളികൾ വൃത്തിയാക്കുന്നു, പെയിൻ്റടിക്കുന്നു, കാർപ്പറ്റ് മാറ്റുന്നു, ഒരുപാട് പുതിയ പുതിയ സംവിധാനങ്ങൾ റമദാനുമായി ബന്ധപ്പെട്ട് പള്ളികൾ ഒരുക്കുന്നു. നല്ല കാര്യം തന്നെ. പക്ഷേ അതിനേക്കാൾ പ്രധാനമായി നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കണം. മാനസികമായ ഒരുക്കം വളരെ പ്രധാനമാണ്. ഒരാൾക്ക് റമളാൻ കിട്ടണമെങ്കിൽ റമളാൻ തുടങ്ങിയിട്ട് ഒരുങ്ങിയിട്ട് കാര്യമില്ല. മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട പുക്കോയത്തങ്ങൾ എന്നോട് പ്രത്യേകം പറഞ്ഞതാണ്, ഇന്നത്തെ വിഷയം ഇതാവട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചു, എന്തൊരു ദീർഘവീക്ഷണമെന്നറിയോ? പലപ്പോഴും റമളാൻ ക്ലാസ്സുകൾ എപ്പോഴാണ് നടക്കുക? റമളാൻ തുടങ്ങിയിട്ട്. റമളാൻ തുടങ്ങി 5, 6, 7, 8 ആയിട്ട് ആ റമളാൻ്റെ മഹത്വം പറയാൻ തുടങ്ങുക. അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും റമളാൻ പോയിട്ടുണ്ടാവും, റമളാൻ്റെ വഴിക്ക് പോയിട്ടുണ്ടാവും. റമളാനിനെ പറ്റി പറയേണ്ടത് റമളാനിലല്ല, ശഅബാനിലാണ്. എന്തുകൊണ്ട്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റമളാനിനെ പരിചയപ്പെടുത്തിയത് റമളാനിലല്ല, റമളാനിന്റെ മുമ്പുള്ള ദിവസങ്ങളിലാണ്. ഒരു ശഅബാനിന്റെ സായം ചന്തയിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ ഖദ് അളല്ലക്കും ശഹ്റുൻ അളീം. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഏതൊന്നിൻ്റെയും പ്രതിഫലവും മഹത്വം മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഖ്ലാസ് വർദ്ധിക്കും. ഒന്നും അറിയാതെ റമളാനിലേക്ക് കടന്നിട്ട് കാര്യമല്ല. ഇപ്പം നിങ്ങൾ ചോദിക്കും, എല്ലാ കൊല്ലവും നമ്മൾ റമളാൻ വരുന്നില്ലേ? എന്നാലും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഓരോ അമലിൻ്റെയും ഇബാദത്തിൻ്റെയും സമയം വരുമ്പോൾ അതിൻ്റെ മുന്നോടിയായി ഒരു ഉത്ബോധനം, ഒന്നതിനെ ഉൾക്കൊള്ളുക, ഒന്നതിനെ മനസ്സിലാക്കുക, എന്നിട്ട് അമലിലേക്ക് കടന്നാൽ അതിനെ മനോഹരമായി അതിനെ പ്രയോഗവൽക്കരിക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നബി തങ്ങൾ പറയാണ്, ഖദ് അളല്ലക്കും ശഹ്റുൻ അളീം. വല്ലാത്തൊരു മാസം നിങ്ങൾക്കിതാ തണലിട്ടിരിക്കുകയാണ്, തണലിടാൻ പോവുകയാണ് സ്വഹാബ. ആ പ്രയോഗം എത്ര മനോഹരമാണ്. അളല്ല എന്നാ പറഞ്ഞത്. നിങ്ങളിപ്പോ ചൂടിലും പുകയത്തുമാണ്, നിങ്ങൾക്കിതാ കയറി നിൽക്കാൻ ഒരു തണൽ, അതാണ് റമളാൻ. നിങ്ങൾക്ക് തണലാണ് റമളാൻ. എന്നിട്ട് പറയാണ്, ശഹ്റുൻ മുബാറകുൻ, അത് ബറക്കത്താക്കപ്പെട്ട മാസമാണ്. മറ്റുള്ള മാസങ്ങളെ പോലെയല്ല, ശറഫാക്കപ്പെട്ട ബറക്കത്തുള്ള മാസമാണ്. ഫീഹി ലൈലത്തുൽ ഖദ്രി. ആ റമളാനിലാണ് 1000 മാസത്തെക്കാളും പുണ്യമുള്ള പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ. എന്നിട്ട് നബി തങ്ങൾ പറയാണ്,
ആ പരിശുദ്ധ റമദാനിൽ ആരെങ്കിലും ഒരു സുന്നത്തായ കർമ്മം ചെയ്താൽ സുബ്ഹാനല്ലാഹ് കാന കമൻ അദ്ദാ ഫരീള, ഒരു ഫർള് ചെയ്ത കൂലിയാണ്. ചിന്തിക്കണേ, നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടി ഇവിടുത്തെ ഈ മജ്ലിസിന് നമുക്ക് കിട്ടുന്നത് ഒരു സുന്നത്തിന്റെ കൂലിയാണ്. എന്നാൽ റമദാനിൽ ഇവിടെ ഇൻഷാ അല്ലാഹ് മജ്ലിസ് നടക്കും. ഇല്ല, നിങ്ങളോ റമദാനിൽ മജ്ലിസ് ഇല്ലേ? ഇൻഷാ അല്ലാഹ് അറിയിക്കും. റമദാനിലാണ് ഈ മജ്ലിസ് നടക്കുന്നതെങ്കിൽ ഈ കൂലിയല്ല ഉണ്ടാവുക. ഏതൊരു സുന്നത്തിനും ഫർളിന്റെ പ്രതിഫലമാണ്. ഇപ്പൊ നമ്മളൊരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, സലാം പറയുന്നത് സുന്നത്താണ്, മടക്കുന്നത് നിർബന്ധമാണ്. ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പൊ നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഒരു സുന്നത്തായ കൂലിയ കിട്ടുക. റമദാനിൽ ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ഫർളിന്റെ കൂലിയ കിട്ടുക. അപ്പൊ ഇനി റമദാനിൽ ഫർള് ചെയ്താലോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരാൾ റമദാനിൽ ഒരു ഫർളായ പ്രവർത്തനം ചെയ്താൽ കാന കമൻ അദ്ദാ 70 ഫരീള, 70 ഫർള് ചെയ്തവനെ പോലെയായിരിക്കുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ അസ്സലാമു അലൈക്കും പറഞ്ഞ ഒരു ഫർളിന്റെ കൂലി റമദാനിൽ, വഅലൈക്കും അസ്സലാം എന്ന് റമദാനിൽ ഒരാൾ പറഞ്ഞാൽ 70 ഫർളിന്റെ കൂലി. മാഷാ അല്ലാഹ്. ഇതൊരു സലാമിന്റെ മാത്രം പ്രത്യേകതയല്ല, ഏത് അമലും അങ്ങനെയാണ്. ഏത് സുന്നത്തിനും ഫർളിന്റെ കൂലിയാണ്. ഏത് ഫർളിനും 70 ഫർളിന്റെ പ്രതിഫലമാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു എത്ര കാരുണ്യത്തിന്റെ കടലാണ്. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. അല്ലാഹു എന്തൊരു കാരുണ്യമാണ്. ഇനി എന്താ അല്ലാഹു ചെയ്തു തരേണ്ടത്? നമ്മളോടുള്ള റഹ്മത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ശറഫാക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ. ആ റമദാൻ എങ്ങാനും ഒരാൾക്ക് ലഭിച്ചില്ലെങ്കിൽ, ആ റമദാനിനെ എങ്ങാനും ഒരാൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അവന്റെ കാര്യം അപകടമാണ്. ഒരു ദിവസം മദീന പള്ളിയിലെ മിമ്പറിലേക്ക് കടന്നു കയറി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ കയറുന്ന സമയത്ത് നിങ്ങൾ കേട്ട ചരിത്രമാണ്, ഞാൻ തബറുക്കിന് വേണ്ടി പറയുന്നു എന്ന് മാത്രം. മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് ഓരോ ചവിട്ടടി വെച്ചപ്പോഴും പതിവിന് വിരുദ്ധമായി അള്ളാന്റെ ഹബീബ് ആമീൻ എന്ന് പറയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിലെത്തിയപ്പോൾ ആമീൻ, രണ്ടാമത്തെ സ്റ്റെപ്പിലെത്തിയപ്പോഴും ആമീൻ, മൂന്നാമത്തെ സ്റ്റെപ്പിലെത്തിയപ്പോഴും ആമീൻ. ഖുതുബൊക്കെ കഴിഞ്ഞിട്ട് തിരിഞ്ഞിറങ്ങിയപ്പോ, താഴെ ഇറങ്ങിയപ്പോ സ്വഹാബത്തല്ലേ, വിജ്ഞാന കുതുകികളല്ലേ, എന്ത് കണ്ടാലും അവർ ചോദിക്കും. അത്രയും ആവേശഭരിതരാണ്, വിജ്ഞാന കുതുകികളാണ് മഹാന്മാരായ സ്വഹാബ. നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്താ ഒരു സാധാരണ അല്ലാത്തൊരു ആമീന്? സാധാരണ മിമ്പറുമ്പ് കയറുമ്പോ ആമീൻ പറയാറില്ലല്ലോ. അള്ളാന്റെ ഹബീബ് പറയാണ്, സ്വഹാബ, ഞാൻ മിമ്പറിലേക്ക് അങ്ങ് കയറിയപ്പോ ഒന്നാമത്തെ സ്റ്റെപ്പിൽ അങ്ങ് കയറി നിന്നപ്പോ എന്റെ അടുക്കിലേക്ക് കടന്നു വന്നു നസലൽ അമീനു മലക്ക് ജിബ്രീൽ. എന്നിട്ട് ഒറ്റ ദുആയാണ്, നബിയേ, അള്ളാന്റെ ഹബീബിന് എന്നോട് പറയാണ്, നബിയേ, ഞാൻ ദുആർക്ക് നിങ്ങൾ ആമീൻ പറയണം. എന്താണ് ദുആ എന്നറിയോ? നബിയേ, ഒരാൾ ഒരു സദസ്സിൽ ഇരിക്കുകയാണ്. ആ സദസ്സിൽ നിങ്ങളുടെ പേര് മുഴങ്ങുന്നുണ്ട്. മുഹമ്മദ് എന്ന നാമം ഇങ്ങനെ ആവർത്തിച്ച് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ ഇരിക്കുന്ന ആളുകള് സ്വലാത്ത് ചൊല്ലുന്നില്ല. അങ്ങയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതിരുന്നവന്റെ നേരെ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കാതിരിക്കട്ടെ നബിയേ. ദുആ. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, ആമീൻ. ആലോചിച്ച് നോക്കണേ, ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയപ്പോ പിന്നെയും ജിബ്രീൽ ദുആ ചെയ്തു, നബിയേ, മൻ അദ്റക റമളാൻ, ഒരാളുടെ ജീവിതകാലത്ത് അയാൾക്ക് റമളാൻ കിട്ടി എന്ന് പറഞ്ഞാൽ റമളാനിൽ ജീവിക്കാൻ അവസരം കിട്ടി, അല്ലാഹു ആയുസ് കൊടുത്തു, തൗഫീഖ് കൊടുത്തു. എന്നിട്ട് ആ റമളാനിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താതെ അവന് മഗ്ഫിറത്തും മർഹമത്തും ഇത്ഖും വാങ്ങാതെയാണ് ഒരാൾ റമളാനിനെ ചെലവഴിച്ചതെങ്കിൽ അല്ലാഹു അവന്റെ നേരെ റഹ്മത്തിന്റെ നോട്ടം നോക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോ വീണ്ടും ദുആ.
നബിയേ, ഒരാൾക്ക് പ്രായമുള്ള ഉപ്പയുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രായമുള്ള ഉമ്മയുണ്ടായിരുന്നു. എന്നിട്ട് ആ പ്രായമുള്ള മാതാപിതാക്കളെ കൊണ്ട്, അല്ലെങ്കിൽ മാതാവിനെ കൊണ്ട്, പിതാവിനെ കൊണ്ട് അയാൾക്ക് സ്വർഗം വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹു അവന്റെ നേരെ റഹ്മത്തിന്റെ നോട്ടം നോക്കാതിരിക്കട്ടെ നബിയേ. അപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ദുആ അള്ളാഹു ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കാരണം ദ്വാർക്കണത് ആരാ? മുഖറബുൽ അംലാക്ക് ജിബ്രീൽ. ആമീൻ പറയുന്നത് ആരാ? സയ്യിദുൽ മുർസലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ദ്വാർക്കുന്ന ആളും ചില്ലറക്കാരനല്ല, ആമീൻ പറഞ്ഞ ആളും ചില്ലറക്കാരനല്ല. ഈ ദുആ അന്ന് ഖബൂലായി ദുആയാണ്, മഖ്ബൂലാ ദുആയാണ്, ഇജാബത്ത് കിട്ടിയ ദുആയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ അശ്രദ്ധരാവരുത്. വല്ലാത്ത ഫളിലാണ് അല്ലാഹു നമുക്ക് റമദാനിലൂടെ ചെയ്തു തരുന്നത്. നമ്മളൊക്കെ സാധുക്കളല്ലേ, പാവങ്ങളല്ലേ? എത്ര തെറ്റുകളാ നമ്മൾ ചെയ്തിട്ടുള്ളത്. 11 മാസം നമ്മൾ സുബ്ഹാനല്ലാഹ് ലക്കും ലഗാനുമില്ലാതെ ജീവിച്ചു പോയി. ഒരുപാട് ഹറാമുകൾ ചെയ്തു പോയി. ഒരുപാട് ഇസ്ലാമികമായ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നമ്മൾ സുബ്ഹാനല്ലാഹ് ഇടപെട്ടു. എന്നാൽ ആ പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്ന വർക്ക് ഷോപ്പ് സർവീസ് സെന്റർ വരികയാണ്, കടന്നു വരികയാണ്. 11 മാസക്കാലം ഉള്ള കട്ട റോട്ടിലൂടെ മുഴുവനും ഓടിച്ച വാഹനമാണ് നമ്മുടെ ശരീരം. അങ്ങനെ കേടുപാട് വന്നു പോയിട്ടുണ്ട്. ഖൽബ് മോശമായിട്ടുണ്ട്, ജസദ് മോശമായിട്ടുണ്ട്, ഹറാമുകൾ എമ്പാടും ചെയ്തു പോയിട്ടുണ്ട്. ഇതിനെയൊന്ന് ശുദ്ധീകരിക്കണം, ഇതിനെയൊന്ന് സർവീസ് ചെയ്യണം, ഇതിനെയൊന്ന് കൃത്യമായിട്ട് ഇതിനെയൊന്ന് ട്രീറ്റ് ചെയ്യണം. അതിനുള്ള ഏറ്റവും വലിയ സർവീസ് സ്റ്റേഷനാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാൻ. അങ്ങോട്ട് നമ്മൾ പോവുക, നമ്മുടെ വണ്ടി റമദാനിൽ കൊണ്ടുപോയി നിർത്താൻ പോവുകയാണ്. 1 മാസം സർവീസ് സ്റ്റേഷനിലാണ്, ബോഡി വർക്കാണ്, എല്ലാ രീതിയിലുമുള്ള സുബ്ഹാനല്ലാഹ് ട്രീറ്റ്മെന്റ് ആ പരിശുദ്ധമായ റമദാനിൽ നടക്കും. പാപങ്ങൾ മുഴുവനും പൊറുപ്പിക്കും, ഖൽബിനെ നമ്മൾ പരിശുദ്ധമാക്കും. ആദ്യത്തെ 10 റഹ്മത്ത് ചോദിച്ചു വാങ്ങും, രണ്ടാമത്തെ 10 മഗ്ഫിറത്ത് ചോദിച്ചു വാങ്ങും, മൂന്നാമത്തെ 10 ഇത്ഖും ചോദിച്ച് ലൈലത്തുൽ ഖദറിന്റെ പുണ്യവും കരസ്ഥമാക്കി ശവ്വാൽ 30 ആകുമ്പോഴേക്കിനൊരു ഫ്രഷ് വാഹനമായി ഇൻഷാ അല്ലാഹ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം. അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിൽ അശ്രദ്ധ കാണിച്ചാൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും. ഗൗരവത്തോടെ ചിന്തിക്കണം. നോമ്പ് ചെറിയ അമലല്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ട 1-2 ഹദീസുകൾ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നോമ്പുകാരന്റെ കൂലി എന്താണ് എന്ന് പ്രിയപ്പെട്ടവരെ പറഞ്ഞു തീർക്കാൻ കഴിയൂല. ചില ഹദീസുകളിലൊക്കെ അതിൻ്റെ പ്രതിഫലം നമുക്ക് കാണാൻ കഴിയുന്നു. പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ആർക്കും പറയാൻ കഴിയൂല. ചില പ്രതിഫലങ്ങളൊക്കെ ഹദീസിൽ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 30 ദിവസം കൃത്യമായി നോമ്പെടുത്താൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. 1 പാപമോചനം, അത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്, നമുക്ക് അനിവാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ്. നമ്മളെ പാപമെങ്ങാനും അള്ളാഹു പുറത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാ നമുക്ക് പുറത്തു തരിക? അള്ളാഹ് നമ്മളോട് പറയാണ്, നിങ്ങൾ പാപം ചെയ്താല് ഞാൻ പുറത്ത് തരൂല എന്ന് പറഞ്ഞാല് എന്താ നമ്മൾ ചെയ്യുക? എങ്ങോട്ടാ നമ്മൾ പോവുക? അതൊക്കെ എവിടുന്നാ നമ്മൾ കഴുകി വൃത്തിയാക്കുക? കാരുണ്യത്തിന്റെ കടലായ റബ്ബ് നമ്മളോട് പറയാണ്, എനിക്കറിയാം ഞങ്ങൾ തെറ്റ് ചെയ്യുന്നുള്ളത്, ശുദ്ധിയാക്കാൻ ഇതാ 1 മാസം വരുന്നു. സകലമാന പാപങ്ങളും പൊറുക്കപ്പെടും. പിന്നെ നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയാണ്, ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാർക്ക് 2 സന്തോഷമുണ്ട്. നോമ്പുകാർക്ക് 2 സന്തോഷമുണ്ട്. എന്താണ് 2 സന്തോഷമെന്നറിയോ? 1 ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്നാമത്തെ സന്തോഷം എന്ന് പറയുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷമാണ്. അതെന്താ സന്തോഷം? നോമ്പ് തുറക്കുന്ന സമയത്ത് 2 സന്തോഷമാണ്. 1 അൽഹംദുലില്ലാ, ഇന്നത്തെ നോമ്പ് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയല്ലോ എന്ന സന്തോഷം. അങ്ങനെയാണല്ലോ ഏതൊരു മുഅ്മിനായ മനുഷ്യനും അമലിൻ്റെ ആ പൂർത്തീകരണത്തിൻ്റെ സമയത്ത് എന്തെന്നില്ലാത്ത ആഹ്ലാദമായിരിക്കും, അല്ലേ? ഒരു ഉംറക്കൊക്കെ കൊണ്ട് പോയാൽ ആ ഉംറയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആ മുടി മുറിക്കുന്ന ഒരു സമയമുണ്ട്.
തഹല്ലുലാകുന്ന ടൈം എന്തൊരു ആഹ്ലാദമായിരിക്കും. കാരണം നമ്മൾ ഇഹ്റാം കെട്ടി പൂർണ്ണമായി തവാഫ് ചെയ്തു, സഅയ് ചെയ്തു, ഇനി അതിൽ നിന്ന് വിരമിക്കുകയാണ്. ആ തഹല്ലുലിന്റെ സമയം അൽഹംദുലില്ലാ, എൻ്റെ എത്ര വലിയ ആഗ്രഹമായിരുന്ന ഒരു ഉംറ അത് പൂർത്തിയായല്ലോ. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആഹ്ലാദം. ഒരു ഹജ്ജ് പരിസമാപ്തിയിലേക്ക് കടക്കുമ്പോ അനിർവചനീയമായ ആഹ്ലാദം. എന്നതുപോലെ രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളും വികാര വിചാരങ്ങളും വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി പട്ടിണി കടക്കുകയാണ്. പട്ടിണി എന്ന് ഞാൻ സൗകര്യത്തിന് വേണ്ടി പറഞ്ഞതാട്ടോ, പട്ടിണി എന്ന് പറയാൻ പറ്റൂല. അത് അമലാണ്, അത് ഇബാദത്താണ്, കേവലം പട്ടിണിയല്ല. അങ്ങനെ വൈകുന്നേരത്ത് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സൂര്യൻ അതാ പടിഞ്ഞാറ് അറബിക്കടലിൽ അസ്തമിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ പറഞ്ഞു പോവുകയാണ് അൽഹംദുലില്ലാ, എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, എനിക്കൊരു തലവേദന പോലും സംഭവിച്ചില്ലല്ലോ, എന്റെ നോമ്പ് ഇടക്ക് വെച്ച് മുറിക്കേണ്ടി വന്നില്ലല്ലോ, എന്റെ റബ്ബ് എനിക്ക് ആഫിയത്ത് തന്നല്ലോ, നോമ്പ് മുറിയുന്ന ഒരു കാര്യങ്ങളും എന്റെ നോമ്പിന്റെ പകലിൽ ഉണ്ടായില്ലല്ലോ, എനിക്ക് എന്റെ നോമ്പ് ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ. അത് വല്ലാത്ത സന്തോഷാണ്. രണ്ടാമത്തെ സന്തോഷം, പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളൊക്കെ വെടിഞ്ഞിട്ടൊരു മലക്കിന്റെ റോളിലായിരുന്നു നമ്മള്. ഗൗരവത്തോടെ ചിന്തിക്കണം. നോമ്പിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ കാഴ്ചക്ക് നമ്മൾ മനുഷ്യന്മാരായിരിക്കും, പക്ഷെ ദറജയിൽ നമ്മൾ മലക്കുകളായിരിക്കും. എന്തുകൊണ്ട്? മലക്കുകൾക്ക് തീറ്റുണ്ടോ? ഇല്ല. കുടിയുണ്ടോ? ഇല്ല. വികാര വിചാരങ്ങളുണ്ടോ? ഇല്ല. ഒന്നുമില്ല. അപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങാൻ. സുബഹി മുതൽ മഗ്രിബ് വരെ നമുക്ക് അന്നമില്ല, വെള്ളമില്ല, വികാര വിചാരങ്ങളില്ല. ഇനി മുഖറബീങ്ങളെ നോമ്പാണെങ്കിൽ ഒരു ആസ്വാദനം പോലും ഉണ്ടാകൂല. ഒരു സുഗന്ധമുള്ള ഒരു പുഷ്പം അത് മണത്തു നോക്കുക പോലുമില്ല മുഖറബീങ്ങൾ. കൂലി കുറയുന്നു വിചാരിച്ചിട്ട് ആ ആസ്വാദനം പോലും വേണ്ടെന്ന് വെക്കും. നോക്കൂ നിങ്ങൾ. അപ്പോ മഹാന്മാരായ മലായിക്കത്തിന്റെ ദറജയിലേക്ക് നമ്മൾ ഉയർത്തുന്ന അമലാണ് നോമ്പെന്ന് പറയുന്നത്. ആ നോമ്പ് തുറക്കുന്ന സമയത്ത് അവന് സന്തോഷമുണ്ടാകും. ഇനി രണ്ടാമത്തെ സന്തോഷം ഏതാണെന്നറിയോ? വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി ഫിൽ ആഖിറ. പരലോകത്ത് റബ്ബിനെ കാണുന്ന സമയത്തുള്ള സന്തോഷമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞേ മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ സന്തോഷം സ്വർഗത്തിൽ വെച്ച് റബ്ബിനെ കാണുമ്പോൾ. അതിന്റെ അർത്ഥം എന്താ? നോമ്പുകാർക്ക് റബ്ബിനെ കാണാൻ കഴിയും. അള്ളാഹു അങ്ങനത്തെ നോമ്പുകാരാക്കി നമ്മുടെ നോമ്പിനെ മാറ്റിത്തരട്ടെ. അള്ളാഹുവിനെ കാണണമെങ്കിൽ എന്തു വേണം? ആദ്യം സ്വർഗത്ത് കിടക്കണ്ടേ? സ്വർഗത്തിൽ പ്രവേശിക്കാതെ നമുക്ക് റബ്ബിനെ കാണാൻ കഴിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, 8 കവാടങ്ങളുണ്ട് സ്വർഗത്തിന്. 8 കവാടങ്ങൾ സ്വർഗത്തിനുണ്ട്. അതിൽ ഒന്നിന്റെ പേര് യുഖാലു ലഹു റയ്യാൻ. അതിന്റെ പേര് റയ്യാൻ എന്നാ. എന്താണ് റയ്യാൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കവാടത്തിന്റെ പ്രത്യേകത? ലാ യദ്ഖുലുഹാ ഇല്ല സ്വായിമൂൻ. റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ നോമ്പുകാർ മാത്രമേ പ്രവേശിക്കൂ എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ നോമ്പുകാർക്ക് കടക്കാൻ വേണ്ടി മാത്രം ഒരു ഡോർ. അതിന്റെ പേരാണ് റയ്യാൻ. നമ്മുടെ ഇന്നത്തെ വിഷയം അതാണ്. റയ്യാൻ നമ്മളെ കാത്തിരിക്കുന്നു. നോക്കൂ നിങ്ങൾ. അപ്പോ പാപങ്ങൾ മുഴുവൻ പൊറുക്കും. റയ്യാൻ എന്ന് പറയുന്ന സ്വർഗത്തിലൂടെ കവാടത്തിലൂടെ കടക്കാൻ കഴിയും. കടന്നാലോ അള്ളാഹുവിനെ കാണാൻ കഴിയും. ഇനി എന്താ വേണ്ടത്? മാത്രമല്ല, നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താണെന്നറിയാമോ മുഅ്മിനീങ്ങളെ? പുണ്യനബി പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ജന്നത്തു മുഷ്താഖത്തുൻ ഇലാ അർബഅതി നഫർ. 4 വിഭാഗം ആളുകളെ കിട്ടാൻ വേണ്ടി സ്വർഗം കൊതിച്ചുകൊണ്ടിരിക്കും. വല്ലാത്തൊരു ഹദീസാണിത്. നോമ്പെടുക്കുന്ന ആളുകൾക്കൊക്കെ വല്ലാത്ത ആത്മവിശ്വാസം നൽകുന്ന, കോൺഫിഡൻസ് നൽകുന്ന ഹദീസാണിത്.
അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ റുബഅതി നഫർ. 4 വിഭാഗം ആളുകളെ സ്വർഗ്ഗം കാത്തിരിക്കും. കാത്തിരിക്കുന്നല്ല, മുസ്താഖത്ത് എന്ന് പറഞ്ഞാൽ അതിയായി കൊതിച്ചുകൊണ്ടിരിക്കും. മരിക്കാൻ വേണ്ടി കാത്തു നിൽക്കാണ് സ്വർഗം കൂട്ടിക്കൊണ്ടുപോകാൻ. 4 വിഭാഗം. അതിൽ ഒന്നാമത്തെ വിഭാഗം ഏതാണ്? സ്വാഇമീ റമളാൻ. നിങ്ങളെ ഒന്ന് അൽഹംദുലില്ലാ പറഞ്ഞേ. നമുക്ക് പ്രായപൂർത്തി എത്തിയത് മുതൽ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ റമളാനിൽ നോമ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര കൊല്ലമായി? നമുക്കൊരു എത്ര പ്രായമായി? എല്ലാ റമളാനിലും നമ്മൾ നോമ്പെടുക്കുകയാണ് അല്ലേ? സ്വർഗത്തിന് എത്രമേൽ ഇഷ്ടമുണ്ടാകും നമ്മളെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ അർബഅതി നഫർ സ്വാഇമി റമളാൻ. റമളാനിൽ നോമ്പെടുക്കുന്നവരെ സ്വർഗത്തിന് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ? നോമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടുള്ള മഹബത്തിന്റെ പ്രകടനമാണ്. എല്ലാവർക്കും നോമ്പെടുക്കാൻ കഴിയൂല. ആഫിയത്ത് ഉണ്ടായിട്ടൊന്നും കാര്യമല്ല, ആരോഗ്യമുണ്ടായിട്ട് കാര്യമില്ല. എത്ര ആളുകളാണ് നോമ്പെടുക്കാതെ പരിശുദ്ധമായ റമളാനിന്റെ ഹുർമത്ത് മാനിക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാലോ എത്ര ചെറിയ കുഞ്ഞുങ്ങളടക്കം റമളാനിൽ നോമ്പെടുക്കുന്നവരുണ്ട്. അതൊക്കെ ഒരു തൗഫീഖാ. അത് വല്ലാത്തൊരു തൗഫീഖാണ്. കാരണം അല്ലാഹുവിനോട് മഹബ്ബത്തുള്ളവർക്ക് മാത്രമേ റമളാനിൽ നോമ്പെടുക്കാൻ കഴിയൂ. എന്തുകൊണ്ട് നമ്മൾ ആർക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ പട്ടിണി കിടക്കുന്നത്? അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ? പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞാൻ ആർക്ക് വേണ്ടിയാണ് നോമ്പെടുക്കുന്നത്? അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ആരെങ്കിലും കാണിക്കാനാണോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് കാണാൻ കഴിയോ? നോമ്പിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത തന്നെ മറ്റുള്ള അമലുകളെ പോലെയല്ല, കാണാൻ കഴിയാത്ത അമലാണ്. ഇപ്പൊ നിസ്കാരം, നമ്മളിപ്പോൾ ജമാഅത്താ നിസ്കരിക്കുമ്പോൾ ഞാൻ നിസ്കരിക്കണം, നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ നിസ്കരിക്കണം, ഞാൻ കാണുന്നുണ്ട്. റിയാ വരാൻ സാധ്യതയുള്ള അമലാണ്, ലോകമാന്യം വരാൻ സാധ്യതയുള്ള അമലാണ് എന്ത്? നിസ്കാരം. അതേപോലെ തന്നെയാണ് ഹജ്ജ്, ഉംറ, അതുപോലെ തന്നെ സ്വദഖ, എല്ലാം റിയാ വരാൻ സാധ്യതയുള്ള അമലാണ്. എന്നാൽ ആലോചിച്ച് നോക്കി നിങ്ങൾ, ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് ഓനും ഓൻ്റെ റബ്ബിനും മാത്രം അറിയുന്ന കേസാണ്. വേറെ ആർക്കും അറിയില്ല. വളരെ സ്വകാര്യമായ അമലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വകാര്യമായ ഏത് അമലും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്തേ തഹജ്ജുദ് നിസ്കാരത്തിന് ഇത്ര കൂലി ഉണ്ടാവാൻ കാരണം? ഭയങ്കര കൂലിയല്ലേ തഹജ്ജുദ് നിസ്കാരത്തിന് പറഞ്ഞത്? എന്താ കാരണം? തഹജ്ജുദ് സ്വകാര്യതയിലുള്ള നിസ്കാരമാണ്. വളരെ സ്വകാര്യമായി ചെയ്യുന്ന അമല. വിത്ർ പോലെയല്ല, റവാത്തിബ് പോലെയല്ല, തറാവീഹ് പോലെയല്ല, ആരും കാണാതെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. അള്ളാഹ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളതൊന്നും വേണ്ടെന്നല്ല. സ്വകാര്യമായി ചെയ്യുന്ന അമൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 7 വിഭാഗം. 7 വിഭാഗത്തിന് നാളെ മഹ്ശറയിൽ അർശിന്റെ നിഴൽ കൊടുക്കപ്പെടും. ഒരു വിഭാഗം ആരാ? സ്വകാര്യമായി സ്വതക്ക ചെയ്യുന്നവർ. വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയണില്ല. ആ രീതിയിൽ രഹസ്യമായി സ്വതക്ക ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമായതുകൊണ്ട് അവർക്ക് അർശിന്റെ നിഴൽ നൽകപ്പെടും. അപ്പോ റമളാനിന്റെ നോമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് സ്വകാര്യമായ അമലാണ് എന്നുള്ളതാണ്. അതിന് അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് റുഅയത്തുള്ളയാണ്, ലദ്ദത്തുൻ നളറാണ്. അള്ളാഹുവിനെ കാണാൻ കഴിയാന്നുള്ളതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. അള്ളാഹു ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ പറയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പം തന്നെ മാനസികമായിട്ട് ഒരുങ്ങുക, റമളാനിനെ കാത്തിരിക്കുക. ഇനി എല്ലാ ദിവസവും നമ്മുടെ മൈൻഡ് റമളാനിലേക്ക് പോവട്ടെ. ആ റമളാനിനിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ കാത്തിരിക്കുക. എന്നിട്ട് റമളാൻ ഒന്നാകുമ്പോഴേക്കും, അഥവാ ശഅബാൻ 29 എന്നാണോ അന്ന് നമ്മൾ മഗ്‌രിബിന്റെ മുമ്പായിട്ട് വുളൂ ചെയ്ത് ആ പരിശുദ്ധമായ റമളാനിനെ കാത്തിരിക്കണം. മാസപ്പിറവി കാണട്ടെ കാണാതിരിക്കട്ടെ, ശഅബാൻ 29 വളരെ ഭക്തിയോടുകൂടി ആ റമളാനിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം, നിരീക്ഷിക്കണം, മാസപ്പിറവി നോക്കണം പറ്റുന്ന ആളുകളൊക്കെ. എന്തുകൊണ്ട്? റമളാനിന്റെ ഒന്നാമത്തെ രാത്രി കണ്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് നടക്കുന്നത് അത്ഭുതങ്ങളാണ്. സെക്കൻഡുകളെ കൊണ്ടാണ് ഈ ചേഞ്ച് വരുന്നത്. 6:4 ഉദാഹരണം പറയാം, 6:35 മഗ്‌രിബ്, 35 മഗ്‌രിബാൻ കൊടുത്തു, 36 റമളാനിലേക്ക് കടന്നു. 6:34 ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ഒരു സുന്നത്തിന്റെ കൂലി.
6:36 റമദാൻ കടന്നു. ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ഒരു ഫർദിന്റെ കൂലി. ഒരു ഇശാ നിസ്കരിച്ചാൽ 70 ഇശാഇന്റെ കൂലി. ഒരു സുബ്ഹി നിസ്കരിച്ചാൽ 70 സുബ്ഹിന്റെ കൂലി. ഒരു മാസമേ ഈ ഓഫർ ഉള്ളൂ. അതുകൊണ്ട് നേരത്തെ ഒരുങ്ങുക. ഏറ്റവും ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാണ്, സഹോദരിമാരോട് പറയാണ്, പലപ്പോഴും നമുക്ക് പറ്റുന്ന അമളി എന്താന്ന് വെച്ചാൽ റമദാനിന്റെ 1ാമത്തെ രാത്രി നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമുക്കറിയാം മാസപ്പിറവി കണ്ടാൽ അന്ന് തറാവീഹ് ഉണ്ടാകുന്ന അറിയാത്തവരാരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളെ നാട്ടിലൊക്കെ റമദാൻ 1ന്റെ രാവിൽ കുറഞ്ഞ ആളുകളെ ഉണ്ടാകുള്ളൂ. പിറ്റേ ദിവസം പള്ളി ഫുള്ളായിരിക്കും. ഈ 1ാമത്തെ രാത്രി അത് വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്. അന്നത്തെ തറാവീഹ് നമുക്ക് നഷ്ടപ്പെടരുത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നാമീൻ പറഞ്ഞ ചിലപ്പോൾ ഈ ഒറ്റ ആമീൻ മതിയാകും നമുക്ക് റമദാനിൽ നമുക്ക് ലഭ്യമാകാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റമദാൻ 1 മുതൽ 30 വരെ ഒരു തറാവീഹ് നമുക്ക് മുടങ്ങരുത്, ഒരു നോമ്പും നമുക്ക് മുടങ്ങരുത്. അള്ളാഹുവേ, ഞങ്ങൾക്ക് അതിനുള്ള ആഫിയത്ത് തരണമേ റബ്ബേ. സഹോദരിമാരോട് ഞാൻ പറയാണ്, ഉമ്മമാരെ, നിങ്ങൾ എങ്ങനെയാ ഒരുങ്ങുന്നറിയോ? ഞങ്ങളെപ്പോലല്ല, നിങ്ങൾക്ക് വേറെ ചില ഒരുക്കങ്ങളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ റമദാൻ ആകുമ്പോൾ അള്ളാഹിന്റെ തൗഫീഖോടുകൂടി ഞങ്ങൾ റമദാനിൽ നോമ്പെടുത്ത് വിട്ടും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് റമദാനിൽ നിശ്ചിത ദിവസങ്ങൾ കഴിഞ്ഞ വർഷത്തെ റമദാനിലെ നിശ്ചിത ദിവസങ്ങൾ നിങ്ങൾക്ക് നോമ്പ് ഖളാ ആയിട്ടുണ്ടാകും. ശുദ്ധിയില്ലാത്ത സമയത്ത് നിർബന്ധമായും ഈ വരുന്ന റമദാനിന്റെ മുമ്പ് ഖളാ വീട്ടിയിരിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. കാരണം കൂടാതെ ആ ഖളാഇനെ പിന്തിച്ചാൽ പനിഷ്മെന്റ് ആണ്. ഇനി എപ്പോഴാ ഖളാ വീട്ടാൻ പറ്റുള്ളൂ? അടുത്ത റമദാനിന്റെ ശേഷം. അങ്ങനെ ഖളാ വീട്ടുമ്പോ ഒരു വർഷം പിന്തിച്ചു എന്ന കാരണം കൊണ്ട് ഒരു നോമ്പിന് ഒരു മുദ് എന്ന രീതിയിൽ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും. ഫൈനാണ്, കഫാറത്താണ്. അതുകൊണ്ട് ഉമ്മമാരോട് ഞാൻ പറയാണ്, ഈ റമദാൻ ആകുമ്പോഴേക്ക് വല്ല നോമ്പും നമുക്ക് ഖളാ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഖളാ വീട്ടണം. ഇപ്പൊ പറ്റിയ മാസാണ് ശഅബാനല്ലേ. ശഅബാൻ 30 ദിവസവും നോമ്പ് സുന്നത്തുള്ള മാസാണല്ലോ. സുന്നത്തിന്റെ കൂലിയും കിട്ടും, ഫർള് വീടും ചെയ്യും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉമ്മമാരോട് ഞാൻ പറയാണ്, ഉപദേശിക്കാന്ന് തോന്നിപ്പോകരുത്. റമദാൻ ആകുമ്പോഴേക്കും നമ്മൾ ഒരുങ്ങി നിൽക്കണം, എല്ലാ നോമ്പുകളും ഖളാ വീട്ടിയിട്ട് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് മാത്രമല്ല, ഉമ്മമാരോട് ഞാൻ പറയാണ്, അള്ളാന്റെ ഹബീബ് ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ആലോചിച്ചാൽ നമുക്ക് വല്ലാത്ത പേടി തോന്നും. സഹോദരിമാർ പ്രത്യേകം ഗൗനിക്കണം. എന്താ നബി തങ്ങൾ പറഞ്ഞെന്നറിയോ? ആണുങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ 100,000 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. 1, 2 ഒന്നുമല്ല, കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പ്രവേശിക്കാൻ 4 കാര്യങ്ങൾ മതി എന്ന് മുഹമ്മദ് മുസ്തഫ. ഉമ്മമാരെ, ഈ ഹദീസ് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കണം. മുതലാവൂത്. ഇങ്ങനൊരു ഹദീസ് നബി തങ്ങൾ ആണുങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല. 4 കാര്യങ്ങൾ ചെയ്താൽ ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ കടക്കും എന്നല്ല പറഞ്ഞത്. ആ ഹദീസ് വായിക്കുമ്പോൾ, അത് പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഏതാണ് ആ ഹദീസ്? പുണ്യനബി പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ وصامت شهرها وحفظت فرجها وأطاعت بعلها دخلت جنة ربها. ഏതൊരു പെണ്ണും ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, കൃത്യമായി 5 നേരം നിസ്കരിക്കുക, വസ്വാമത്ത് ശഹറഹ, ഓരോ വർഷവും റമദാൻ വരുമ്പോ കൃത്യമായി നോമ്പെടുക്കുക, 3-മത്തത് വഹഫിളത്ത് ഫർജഹ, ലൈംഗിക ശുദ്ധിയോടുകൂടി ലോകത്ത് ജീവിക്കുക, 4-മത്തത് വഅത്വാഅത്ത് ബഅലഹ, തന്റെ ഭർത്താവിന് കീഴൊതുങ്ങി ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ 4 ക്വാളിറ്റിയും ഒരു പെണ്ണിൽ ഒത്തുചേർന്നാൽ ദഖലത്ത് ജന്നത റബ്ബിഹാ, അവൾ സ്വർഗത്തിൽ കടക്കും എന്നല്ല പറഞ്ഞത്. അറബി ഭാഷയുമായി ബന്ധമുള്ളവർക്കറിയാം, സ്വർഗത്തിൽ കടക്കുമെന്നാണെങ്കിൽ തദ്ഖുലു എന്നാണ് പറയേണ്ടത്. ഈ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രയോഗിച്ചത് ദഖലത്ത് ജന്നത റബ്ബിഹാ, അവൾ റബ്ബിന്റെ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. ഉറപ്പ്. ഈ 4 ക്വാളിറ്റി ഉമ്മമാരെ നിങ്ങളിൽ ഉണ്ടായാൽ ബാക്കിയുള്ള ക്വാളിറ്റികളൊക്കെ അല്ലാഹു നിങ്ങൾക്ക് തന്നോടും.
ഇത് പെണ്ണുങ്ങളെ പറ്റി പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മളെപ്പോലെയല്ല ഓല്. നമ്മൾ നിസ്കാരം തുടങ്ങിയ കൃത്യമായിട്ട് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കോളും. ഓലങ്ങനല്ല. ഓർക്ക് കുറച്ച് നിസ്കാരങ്ങൾ ഒരു മാസത്തിൽ നിശ്ചിത ദിവസം അവർക്ക് ഹറാമാണ്. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണം. അതിൽ മടി കാണിക്കാൻ പാടില്ല. ഒരു നിസ്കാരം പോലും ഖളാ ആക്കാൻ പാടില്ല. ഫിഖ്ഹിന്റെ മസല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസറിന്റെ സമയത്താണ് മെൻസസിൽ നിന്ന് ശുദ്ധിയായതെങ്കിൽ, അസറിന്റെ സമയത്താണ് കുളിച്ച് നിസ്കരിക്കുന്നതെങ്കിൽ അസർ മാത്രം നിസ്കരിച്ചാൽ പോരാ, ളുഹ്ർ നിസ്കരിക്കണം. ഇശാഇന്റെ സമയത്താണ് ശുദ്ധിയായത്, ഇശാഇന്റെ സമയത്താണ് കുളിച്ചിട്ട് നിസ്കാരം തുടങ്ങുന്നത്, ഇശാ മാത്രം നിസ്കരിച്ചാൽ പോരാ, തൊട്ട് മുമ്പുള്ള മഗ്രിബ് നിസ്കരിക്കണം. ഈ മസല പെണ്ണ് മനസ്സിലാക്കണം. നമുക്ക് ആണുങ്ങൾക്ക് ഇത് പ്രശ്നമല്ല. ഈ മസല ഒരു പെണ്ണ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അവൾക്ക് നിർബന്ധമായ നിസ്കാരങ്ങൾ കൃത്യമായി, ആ അശുദ്ധിയുള്ള സമയത്തുള്ള നിസ്കാരമല്ലാത്ത ബാക്കിയുള്ള നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചോളണം. ചിലപ്പോഴെങ്കിലും ചില സഹോദരിമാർക്ക് അതിൽ മടി വരുന്നു. ഒരു 7 ദിവസമൊക്കെ നിസ്കരിക്കാൻ നടക്കുമ്പോൾ പിന്നങ്ങ് ശുദ്ധിയായാൽ പിന്നങ്ങ് റീസ്റ്റാർട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ചില ആളുകൾ കുറച്ച് പണിയാണ്. ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇദാ സ്വല്ലത്തിൽ മർഅത്തു ഖംസഹാ, കൃത്യമായി 5 നേരം നിസ്കരിക്കണം. വസ്വാമത്ത് ശഹ്റഹാ, നോമ്പും അങ്ങനെയാണ്. ശുദ്ധിയില്ലാത്ത ദിവസത്തെ നോമ്പ് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത റമദാനിന്റെ മുമ്പ് നിർബന്ധമായും ഖളാ വീട്ടിയിരിക്കണം. പിന്നെ ലൈംഗിക ശുദ്ധിയുണ്ടാവണം. പിന്നെ ഭർത്താവിനെ അനുസരിക്കണം. ഇതാണ് ബേസിക് ക്വാളിറ്റി. ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ തേടി വരും. ഇതുണ്ടായാൽ മതി, ബാക്കി റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാവും. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൽ മാത്രമായി നമുക്ക് കിട്ടുന്ന മറ്റൊരു ആനുകൂല്യമാണ് തറാവീഹ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, റമദാൻ 1-ന്റെ അന്ന് രാത്രി തന്നെ നമ്മൾ തറാവീഹ് തുടങ്ങണം. പിറ്റേന്ന് തുടങ്ങിയാൽ പോരാ. കാരണം നോമ്പിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ തറാവീഹിലൂടെയാണ്. നോമ്പിന് പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ മഹാനായ ഗസാലി തങ്ങള്, മഹാൻ തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ അസ്റാറുസ് സൗം, കിതാബു അസ്റാരിസ് സൗമി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കിതാബ്. നോമ്പിന്റെ രഹസ്യങ്ങൾ, സിറുകൾ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട സംഗതിയാ. നോമ്പിന് ഭയങ്കര കൂലിയാണ്. പക്ഷെ അത് കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മള് തീറ്റയുടെ മാസമായിട്ടാ പലപ്പോഴും റമദാനിനെ കാണാറുള്ളത്. അള്ളാഹു നമ്മളോട് പട്ടിണി കിടക്കാൻ പറഞ്ഞു. പകല് നമ്മൾ പട്ടിണി കിടക്കുന്നു, രാത്രി അതിൻ്റെ ഡബിൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അതുകൊണ്ട് ഫലം ഉണ്ടാവൂല. ഞാൻ ഒറ്റക്ക് ഇതിൻ്റെ വാക്കാണെങ്കിൽ നിങ്ങൾക്ക് അറബിക്കടലിലേക്ക് വലിച്ചെറിയാം. മഹാനായ ഗസാലി തങ്ങൾ പറഞ്ഞത്, ഒരാൾക്ക് നോമ്പിൻ്റെ പൂർണ്ണമായ ബെനിഫിറ്റ്, പ്രയോജനങ്ങൾ കിട്ടണമെങ്കിൽ തഖ്ലീലു ത്വആമി ലൈല. ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്, സമയം ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. അതിൽ ഒന്ന് പറഞ്ഞ എന്താണെന്നറിയോ? തഖ്ലീലു ത്വആമി ലൈല. പകലിൽ നോമ്പെടുക്കുന്ന ആള് രാത്രി ഭക്ഷണം കുറക്കണം. പകലിൽ നോമ്പെടുക്കുന്ന ആള് തഖ്ലീലു ത്വആമി ലൈല, രാത്രിയിൽ ഭക്ഷണം കുറക്കണം. അപ്പോഴേ ആ നോമ്പിന്റെ പൂർണ്ണമായ പ്രതിഫലം അവന് കരഗതമാക്കാൻ കഴിയൂ എന്ന് മഹാനായ ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട് ഇബാദത്തിന് തടസ്സം വരും, തറാവീഹിന് തടസ്സം വരും, ഉറക്കം തൂങ്ങും, ക്ഷീണം വരും, അമലുകൾ കുറയും, ഇബാദത്തുകൾ കുറയും, ആ നോമ്പിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകും. ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. തറാവീഹ് നിസ്കാരം അത് ചെറിയ റമദാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരാണ്. എന്താ കൂലി പറഞ്ഞത്? ആ കൂലി മാത്രങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് സമയക്കുറവുള്ളതുകൊണ്ട് നമുക്ക് വേഗം അവസാനിപ്പിക്കണം. ദൂരെ നിന്നൊക്കെ വന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് തങ്ങൾ പാപ്പ നേരത്തെ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേഗം അവസാനിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നേരത്തെ ഞാനൊരു ഹദീസ് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബി. എന്താ അർത്ഥം? ഒരാൾ റമളാനിൽ ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുത്താൽ അവന്റെ സകലമാന പാപങ്ങളും പൊറുക്കപ്പെടും. ഇനി തറാവീഹിന്റെ കൂലി കളിക്കും. ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു, മൻ ഖാമ റമളാന, ഒരാൾ റമളാനിൽ തറാവീഹ് നിസ്കരിച്ചാൽ ഈമാനൻ, അചഞ്ചലമായ വിശ്വാസത്തോടെ, വഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, എന്താ കൂലി? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഓന്റെ സകല പാപങ്ങളും അല്ലാഹു പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, നോമ്പ് ഫർള, തറാവീഹോ സുന്നത്ത. നോമ്പിന്റെ സെയിം പ്രതിഫലമാണ് സുന്നത്തായ തറാവീഹിന്. അപ്പൊ തറാവീഹിന് എത്ര മഹത്വം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ.
ഫറലായ നോമ്പിന്റെ കൂലിയാണ് ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. സെയിം പ്രതിഫലമാണ് എന്തിനും പറഞ്ഞത്, സുന്നത്തായ തറാവീഹിന് പറഞ്ഞത്. അപ്പൊ എന്താ തറാവീഹ്? ഉമ്മമാരോട് ഞാൻ പറയാണ്, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ കുറേ ഭക്ഷണം ഉണ്ടാക്കി, പലഹാരങ്ങൾ ഉണ്ടാക്കി, അപ്പത്തരങ്ങൾ ഉണ്ടാക്കി വെറുതെ അടുക്കളയിൽ മുഷിഞ്ഞ് വൈകുന്നേരം വരെ, ഉച്ച മുതൽ വൈകുന്നേരം വരെ ചൂടും പുകയും കൊണ്ട് നിങ്ങൾ ഒരുപാട് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് രാത്രി കാലത്ത് നിങ്ങൾ ക്ഷീണിച്ചിട്ട് ആ ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ കടന്നിറങ്ങുന്ന അവസ്ഥയാണ് റമദാനിലെങ്കിൽ ഉമ്മമാരെ നിങ്ങൾക്ക് നഷ്ടമാണ്. ഞാൻ ഉപ്പമാരോട് പറയാണ്, നിങ്ങൾ സഹോദരിമാർക്ക് നിങ്ങൾ ഇളവ് കൊടുക്കണം. ലളിതമായ ഭക്ഷണം മതി. എന്തിന്? തീറ്റയുടെ മാസമല്ല, അത് ഇബാദത്തിന്റെ മാസമാണ്. ലളിതമായ ഭക്ഷണം ഉണ്ടാക്കട്ടെ, ഏറ്റവും സിമ്പിളായ ഫുഡ് ഉണ്ടാക്കട്ടെ വീട്ടില്. എന്നിട്ട് ആ സാധുക്കൾ തറാവീഹ് നിസ്കരിക്കട്ടെ. നിങ്ങൾക്ക് പറയാൻ കഴിയോ, നമ്മുടെ വീട്ടിലുള്ള എല്ലാ സഹോദരിമാരും റമദാനിൽ 30 ദിവസം പോട്ടെ, അവർക്ക് ശുദ്ധിയുള്ള ദിവസങ്ങൾ കൃത്യമായി തറാവീഹ് നിസ്കരിക്കുന്നുണ്ടെന്ന്? അവർ പറയും ക്ഷീണാണ്, കഴിയണില്ല. എങ്ങനെ ക്ഷീണില്ലാതിരിക്കും? ഉച്ചക്ക് തുടങ്ങിയതാണ് ഈ പലഹാരങ്ങൾ ഉണ്ടാക്കല്. എന്തിനാണ് അവരെ? നമുക്ക് മാത്രം കിട്ടിയാൽ മതിയോ തറാവീഹിന്റെ കൂലി ആ സഹോദരിമാർക്ക് കിട്ടണ്ടേ? അതുകൊണ്ട് ഞാൻ വിനയത്തോടെ പറയാണ്, രാത്രി തറാവീഹിനെ ബാധിക്കുന്ന ഒരു ഭക്ഷണ സംസ്കാരം നമുക്ക് വേണ്ട. രാത്രി തറാവീഹിനെ ബാധിക്കുന്ന ഒരു ഫുഡ് കൾച്ചർ നമുക്ക് വേണ്ട. അത് തീറ്റയുടെ മാസമാക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും, വീട്ടിലുള്ള എല്ലാവരും എന്തൊരു റാഹത്താലേ റമദാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തോ ഒരു സന്തോഷമാണ് റമദാൻ വരുമ്പോൾ നമുക്ക്. സജീവമല്ലേ നമ്മുടെ പള്ളികൾ, സജീവമല്ലേ നമ്മുടെ വീടുകൾ. മാത്രമല്ല, ആളുകൾ പലപ്പോഴും ജോലിക്ക് പോലും പോവാത്തൊരു മാസമാണ് റമദാൻ. ഹോട്ടൽക്കാർ ഹോട്ടൽ നടത്തൂല, കൂലിപ്പണിക്ക് പോകുന്നവർ എന്താ പറയാ, നോമ്പിന്റെ ക്ഷീണം കൊണ്ട് കൂലിപ്പണിക്ക് പോകൂല. എന്നാലും അള്ളാഹു അവർക്ക് ബറക്കത്ത് ചൊരിയും. ഷുവർ. ജോലിക്ക് പോയിട്ടില്ലെങ്കിലും റാഹത്തായിട്ട് റമദാൻ കഴിഞ്ഞു പോകും. അത് അള്ളാഹുവിൻ്റെ മഹദ് ഫളിലാണ്. നമ്മൾ ലാഭം കാക്ഷിച്ചിട്ട് നഷ്ടമുണ്ടാക്കി വെക്കരുത്. ഞാൻ വിനയത്തോടെ പറയാണ്, റമദാനിൻ്റെ ഹുർമത്തിനെ മാനിക്കാതെ നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്ന, ഹോട്ടൽ നടത്തുന്ന, ചായക്കട നടത്തുന്ന ഒരവസ്ഥ പലപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട്. ഒരിക്കലും നമ്മളെ ഭാഗത്ത് ഉണ്ടായിക്കൂടാ. റമദാനിലെ ഹോട്ടൽ കച്ചവടത്തിന് ഒരു ബർക്കത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് പ്രോഫിറ്റ് കിട്ടിയാലും അത് നിങ്ങൾക്കൊരു രൂപയുടെ പോലും പ്രയോജനം അതുകൊണ്ടുണ്ടാവില്ല. ഷുവർ. കാരണം എന്താ? അത് നോമ്പിൻ്റെ മാസമാണ്. നമ്മളെ കൈ കൊണ്ട് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. എന്താ ഉലമാ പറഞ്ഞത്? ഒരു വീട്ടിലൊരു ഭർത്താവ് നല്ല ആരോഗ്യമുള്ള ഭർത്താവാ, നോമ്പെടുക്കാൻ ത്വാക്കത്തുള്ള ഭർത്താവാ, പക്ഷേ നോമ്പെടുത്തിട്ടില്ല. ആ ഭർത്താവിന് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ ഭാര്യക്ക് ഹറാമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഭാര്യയല്ലേ, ഭർത്താവിനെ നോക്കണ്ടേ, ഭർത്താവ് പറഞ്ഞത് കേൾക്കണ്ടേ, അനുസരിക്കണ്ടേ? എന്താണ് ഹുക്മ്? എന്താണ് നിയമം? ലാ ത്വാഅത ഫീ മഅസിയത്തില്ലാ. അള്ളാഹുവിന് തെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു അനുസരണയും ഒരു വിധേയത്വവും പാടില്ല. നോമ്പെടുക്കാൻ ആഫിയത്തുള്ള ത്വാക്കത്തുള്ള ഒരു ഭർത്താവ് ഭാര്യയോട് എനിക്ക് കഞ്ഞി വേണമെന്ന് പറഞ്ഞാൽ, ചോറ് വേണമെന്ന് പറഞ്ഞാൽ, വെള്ളം വേണമെന്ന് പറഞ്ഞാൽ, ചായ വേണമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോയി കൊടുക്കൽ ഈ ഭാര്യക്ക് ഹറാമാണ്. അത്രയും ഗുരുതരമാണ് പ്രശ്നം. പിന്നുണ്ടോ? അതുകൊണ്ടല്ലേ മഹാന്മാരായ ഉലമാക്ക് പഴയ കാലത്ത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കാൻ പറയും റമദാനായാൽ. സംഗതി ഇത് ഹറാമായത് കൊണ്ടൊന്നുമല്ല. നിർമ്മാണ പ്രവർത്തനത്തിന് എന്താ കുഴപ്പം? റമദാനിൽ ചെയ്തുകൂടെ? പക്ഷേ അതുമായി അനുബന്ധമായി പല തെറ്റുകളും വരും. കാരണം നമ്മളെ വീടിൻ്റെ പണി നടക്കുകയാണ്, പണിക്കാരുണ്ടാകും, അവർക്ക് ഭക്ഷണം വേണ്ടി വരും, നമ്മൾ ഉണ്ടാക്കി കൊടുക്കും, നമ്മൾ ഹെൽപ്പ് ചെയ്യും, അത് കഴിക്കാൻ വേണ്ടി പരസ്യമായി സൗകര്യം ചെയ്തു കൊടുക്കും. റമദാനിൻ്റെ ഹുർമത്തിനെ ബാധിക്കുന്ന വിഷയമാണ്, നമ്മൾ തെറ്റിലേക്ക് പോകും. പരിശുദ്ധ റമദാനിൻ്റെ ഹുർമത്തിനെ ഹനിക്കുന്ന ഒരു പ്രവർത്തനവും പ്രിയപ്പെട്ടവരെ ഉണ്ടാവാൻ പാടില്ല. ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹ് നമുക്ക് തൗഫീക്ക് തരട്ടെ. പിന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമതായി, പരിശുദ്ധ ഖുർആനിൻ്റെ വാർഷികമാണ്. നമ്മൾ ഇന്ന് ഈ ദിവസം ഈ സമയത്ത് ഖുർആനിലെ ഒരക്ഷരം ഓതിയാൽ നമുക്ക് ചുരുങ്ങിയത് 10 ഹസനത്താണ്. അല്ലേ? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ഹസന വൽ ഹസനതു ബി അശ്രി അംസാലിഹാ. ഏതൊരു നന്മക്കും മിനിമം 10 കൂലിയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ.
ഒരാൾ അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അവന് മിനിമം കിട്ടുന്നത് റമളാൻ അല്ലാത്ത സമയത്ത് 30 കൂലിയാണ്. അലിഫിന് 10, ലാമിന് 10, മീമിന് 10. ഇത് റമളാനിലാണെങ്കിലോ അല്ലാഹു അഅലം, അതിന് ലഭിക്കുന്ന പ്രതിഫലം എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയൂല. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളൊക്കെ റമളാനായാൽ എല്ലാ പരിപാടിയും നിർത്തിയിട്ട് ഖുർആൻ ഖത്തമുണ്ട് ഓതാൻ തുടങ്ങും. എത്ര ഖത്തം ഓതുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചത്? ഇപ്പം ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. മൈക്കിൻ്റെ അടുത്തായതുകൊണ്ടല്ലേ നിങ്ങൾ കൈ കിട്ടി നിങ്ങൾക്ക് ഇഷ്ടം പോലെ പറയാനുണ്ടാകും. അള്ളാഹു നമുക്ക് റമളാനിൽ ഖത്തം തീർക്കാൻ തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഈ ലോകത്തെ ഏറ്റവും അഫ്ളലായ കലാം അത് കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനാണ്. പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇനി മുഴുവനായിട്ട് ഓതാൻ അറിയില്ലേ, ഫാത്തിഹ നിരന്തരം ഓതിക്കോളിയും. അതേ അറിയുള്ളൂങ്കിൽ ഫാത്തിഹ അങ്ങനെ ഓത് തന്നെ. വേറൊരു സൂറത്ത് ഓതാൻ അറിയില്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അറിയാത്തവർ ആരാ നമ്മളെ കൂട്ടത്തിൽ? അത് ആവർത്തിച്ചോത് തന്നെ. അള്ളാഹുവിൻ്റെ കലാമിൽ ഏതെങ്കിലും ഒരു ഹർഫ് ഓതിയാൽ റമളാൻ അല്ലാത്ത സമയത്ത് തന്നെ മിനിമം 10 കൂലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്വർഗം കാത്തിരിക്കുന്ന 4 വിഭാഗത്തിലെ ഒരു വിഭാഗം താലിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്നവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എനിക്കറിയാവുന്ന ഒരു ഉപ്പ, എനിക്കറിയാം, നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ ഖുർആനോത്തായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ ഓതി തീർത്ത ഖത്മുകൾക്ക് കയ്യും കണക്കുണ്ടാവൂല. ആ മനുഷ്യനെ അള്ളാഹു കൊടുത്തൊരു ആദരവ് നോക്കണം നിങ്ങൾ. ആ മനുഷ്യൻ എപ്പോഴാണ് മരിച്ചെന്നറിയോ? റമളാൻ 27 രാവിൽ, അതും ഒരു വെള്ളിയാഴ്ച രാവിൽ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. എനിക്ക് നേരിട്ടറിയാവുന്ന മനുഷ്യനാണ്. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, വെറുതെ ആക്കൂല. ഖുർആനിൽ നഷ്ടം വരാത്ത കച്ചവടമുണ്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. എല്ലാ കച്ചവടത്തിലും നഷ്ടം ഉണ്ടാകും, ഒറ്റ കച്ചവടത്തിന് മാത്രമേ നഷ്ടം വരാത്തുള്ളൂ. അതാണ് ഖുർആനിൻ്റെ പാരായണം. തിജാറത്തെല്ലാം തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടം എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹ് നമുക്ക് തൗഫീക്ക് തരട്ടെ. വൈകി പോകുന്നുണ്ട്, ഞാൻ അവസാനിപ്പിക്കണം. അപ്പോൾ റമളാനിൽ ആദ്യത്തെ 10 ദിവസം റഹ്മത്ത് ചോദിച്ച്, രണ്ടാമത്തെ 10 ദിവസം മഗ്ഫിറത്ത് ചോദിച്ച്, മൂന്നാമത്തെ 10 ദിവസം ഇത്ഖും ചോദിച്ച്, റമളാൻ പൂർത്തിയാകുമ്പോഴേക്കും നമ്മൾ സ്വർഗത്തിന് യോഗ്യതയുള്ളവരായിരിക്കണം ഇൻഷാ അല്ലാഹ്. എല്ലാ പാപക്കറകളും കഴുകി വൃത്തിയാക്കി പുതിയ ഫ്രഷ് വണ്ടിയായി നമുക്ക് ശവ്വാലിലേക്ക് വണ്ടി പുറത്തേക്ക് ഇറക്കണം. ഒന്ന് റാഹത്തുണ്ടാവും. ഇനി ഞാനൊരു രഹസ്യം കൂടെ നിങ്ങളോട് പറയാം. ഉലമാ പറഞ്ഞിട്ടുണ്ട്, നിക്കാഹ് നടത്താൻ ഏറ്റവും അഫ്ളലായ മാസം ശവ്വാലാണ്. എന്താ ശവ്വാലും നിക്കാഹും തമ്മിൽ ബന്ധം? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശവ്വാലും നിക്കാഹും തമ്മിൽ എന്താണ് ബന്ധം? 12 മാസങ്ങളിൽ നിക്കാഹ് നടത്താൻ ഏറ്റവും ശ്രേഷ്ഠമായ 2 മാസങ്ങളാണ്. ഒന്ന് ശവ്വാലാണ്, 2 സഫറാണ്. പലപ്പോഴും നമ്മൾ പറയാം സഫറിൽ നിക്കാഹ് പാടില്ല എന്നാ പറയാം. അങ്ങനെ പറയാ, അന്ധവിശ്വാസമാണ്. ശവ്വാലും സഫറുമാണ് നിക്കാഹിന് പറ്റിയ 12 മാസങ്ങളിൽ ഏറ്റവും നല്ല മാസം. ഇതിൽ ശവ്വാലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ശവ്വാലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിക്കാഹ് എന്ന് പറയുന്ന അമൽ സ്വർഗീയമാണ്. നിസ്കാരത്തിൻ്റെ ഇനാഗുറേഷൻ, അതിൻ്റെ ഉദ്ഘാടനം ഭൂമിന്ന, നോമ്പിൻ്റെ ഉദ്ഘാടനം ഭൂമിന്ന, ഹജ്ജിൻ്റെ ഉദ്ഘാടനം ഭൂമിന്ന, ഉംറൻ്റെ ഉദ്ഘാടനം ഭൂമിന്ന, എല്ലാത്തിൻ്റെ ഉദ്ഘാടനം ഭൂമിന്ന. പക്ഷേ നിക്കാഹിൻ്റെ ഉദ്ഘാടനം സ്വർഗത്തിൽ വച്ചാണ്. സ്വർഗീയമായ അമലാണ്. നമ്മൾ ആദം വല്ലിപ്പയും ഹവ്വാ വല്ലിമ്മയും തമ്മിൽ കല്യാണം കഴിച്ചത് എവിടുന്ന? സ്വർഗത്തിൽ നിന്നല്ലേ? അപ്പൊ നിക്കാഹിന്റെ തുടക്കം സ്വർഗമാണ്. അപ്പൊ സ്വർഗീയമായ അമലാണ് നിക്കാഹ്. അത് എപ്പോൾ ചെയ്യണം? സ്വർഗത്തിലേക്ക് യോഗ്യത നേടിയ സമയത്ത് ചെയ്യണം. അതെപ്പോഴാണ്? ശവ്വാലാണ്. കാരണം റമളാനിൽ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും 30 ദിവസം അമലും ഇബാദത്തും ചെയ്ത് തൗബ ചെയ്ത് കറകളഞ്ഞ ഈമാനോടുകൂടി പാപരഹിതമായ ശരീരത്തോടുകൂടി ശവ്വാലിലേക്കുണ്ട് കടക്കുകയാണ്. ആ സമയത്തുണ്ട് കൂടിച്ചേരണം. ആ സമയത്ത് നിക്കാഹ് കഴിക്കണം, ആ സമയത്ത് വീട്ടു കൂടണം, ശാരീരിക ബന്ധം നടക്കണം. അതിൽ വല്ലാത്ത ബറക്കത്തുണ്ടാവും. അപ്പൊ സ്വർഗീയമായ അമൽ സ്വർഗത്തിലേക്ക് യോഗ്യത നേടിയ സമയത്ത് നടക്കണം എന്നതുകൊണ്ടാണ് ശവ്വാലിൽ നിക്കാഹ് സുന്നത്താണ് എന്ന് ഉലമാ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. വൈകി പോയിട്ടുണ്ട്, നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അള്ളാഹു ഇനിയും ഇതുപോലെ കൂടാനും സംസാരിക്കാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.